മിക്ക ആൾക്കാരും ഒരു 20 വയസ്സാകുമ്പോഴത്തേക്കൊക്കെ നന്നായിട്ട് സമ്പാദിക്കാനൊക്കെ തുടങ്ങും. പക്ഷേ ഒരു 30 വയസ്സിലോട്ട് അടുപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ പലർക്കും സേവിങ്സ് ഉണ്ടാകുന്നൊരു സാഹചര്യമല്ല വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ 28 വയസ്സാകുമ്പം ചെയ്തിരിക്കേണ്ട 6 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തുടങ്ങാൻ നമ്പർ 1 എമർജൻസി ഫണ്ട്. നിങ്ങളുടെ 6 മാസത്തെ ചിലവ്, റെൻറ്റ്, EMI, ഫുഡ് എല്ലാം കൂടെ ചേർത്ത് അതിനെ ഇൻറ്റു 6 ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ 20,000 രൂപയാണ് ഒരാളുടെ ചിലവെങ്കിൽ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 1,20,000 രൂപ നിങ്ങൾ FD ഇടുക. FD ഇടുന്നതിൻ്റെ കാരണം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് ചിലവാക്കാതിരിക്കാനാണ്. ആ പൈസ നമ്മൾക്ക് ജോലി പോയാലോ അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യലി സ്ട്രഗിളിങ് പീരീഡിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. നമ്പർ 2 സ്റ്റാർട്ട് ആൻ SIP. എത്ര എമൗണ്ടും ആയിക്കോട്ടെ, ചെറിയൊരു 500 1000 ആയിക്കോട്ടെ, ഇയർലി ഇൻവെസ്റ്റിംഗ് തുടങ്ങുന്നതാണ് കീ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും സേവിങ്സ് ഹാബിറ്റും ഡെവലപ്പ് ചെയ്യാനായിട്ട് എത്രയും വേഗം തുടങ്ങുന്നത് വളരെ നന്നായിരിക്കും. നമ്മളൊരു 30സിലോട്ടൊക്കെ കയറുമ്പോൾ നമുക്കൊരു കോർപ്പസും നമ്മുടെ കയ്യിലുണ്ടാവും. മാത്രമല്ല നമ്മൾ ലോങ് ടൈമിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാരണം പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനും തുടങ്ങും. നമ്പർ 3 ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടേം ഇൻഷുറൻസും കൂടി എടുക്കുക. നമ്മൾ എങ്ങനെയായിരിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞൊരു പ്രീമിയത്തിൽ ഹയർ കവറേജ് കിട്ടും. പ്ലസ് ടേം ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭാവിയിലോ അല്ലെങ്കിൽ ഇപ്പോഴോ നമുക്കൊരു ലോണുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ പേര് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോണിൻ്റെ ഒരു ബാധ്യത അവരിലോട്ട് മാറാതിരിക്കാനാണ് നമ്മൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. അത് അവരുടെ ഭാവിയെ സെക്യൂർ ആക്കുകയും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. നമ്പർ 4 പേഴ്സണൽ ലോണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ക്ലോസ് ചെയ്യുക. പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആപ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്ന ലോൺ പ്രത്യേകം അത് ആദ്യം ക്ലോസ് ചെയ്ത് തീർക്കുക. പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ലോൺ എടുത്ത് ക്ലോസ് ചെയ്ത് തീർക്കുക. എന്തെങ്കിലും ഹയർ ഇൻട്രസ്റ്റ് ലോൺ എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സണലും ആപ്പും അല്ലാതെ ഹയർ ഇൻട്രസ്റ്റ് ലോൺ എന്തൊക്കെയുണ്ടോ അതെല്ലാം മാക്സിമം ക്ലോസ് ചെയ്ത് നിങ്ങൾക്കൊരു 28-30 വയസ്സ് ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്ത് ക്ലിയർ ആയിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കൂടുതൽ EMI അടയ്ക്കുക, അല്ലെങ്കിൽ ഫോർക്ലോഷർ നോക്കുക, അല്ലെങ്കിൽ പല തവണയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ ബാങ്കുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. നമ്പർ 5 നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഭാവിയിലൊരു ഹോം ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ലോണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സഹായിക്കും. ക്രെഡിറ്റ് സ്കോർ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ പ്രൊഫൈൽ തന്നെയാണെന്ന് പറയാം. നിങ്ങൾ എത്രത്തോളം ഫൈനാൻഷ്യലി സൗണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പൈസ തന്നു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട് എന്നുള്ളൊരു മീറ്ററാണ് ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. എത്രയോ നന്നായിരിക്കുന്നോ അത്രയും ഇൻട്രസ്റ്റും ക്രെഡിബിലിറ്റിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനായിട്ട് പേഴ്സണൽ ലോൺ എടുത്ത് അത് ചിലവഴിക്കുകയോ ഒന്നും ചെയ്യരുത്. മാക്സിമം നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക, മന്ത്ലി ബിൽസ് മാത്രം അതിൽ കവർ ചെയ്ത് പോയിട്ട് ഒരു ഗുഡ് റീപേയ്മെൻറ്റ് സൈക്കിൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ താനെ ഉയരുന്നതായിരിക്കും. 30% മാത്രം ലിമിറ്റ് യൂസ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ 6 ആൻഡ് ലാസ്റ്റ് 1 28 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സ്കില്ലിൽ മാസ്റ്റർ ചെയ്തിരിക്കണം. അത് എൻ്റെ അഭിപ്രായത്തിൽ 2 സ്കില്ല് നിങ്ങൾക്ക് വേണം. ഒന്ന് നിങ്ങളെ ഫൈനാൻഷ്യൽ ഇൻകം കൊണ്ടുവരുന്നൊരു സ്കില്ലും, ഒന്ന് നിങ്ങളുടെ ഒരു ഹോബി ആയിട്ടുള്ളൊരു സ്കില്ലും. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്കില്ലിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയും അതിൽ നിങ്ങൾക്ക് എക്സ്പോഷർ നേടാൻ ശ്രമിക്കുകയും ചെയ്യണം. കാരണം നമ്മളെ സ്കൂൾ തൊട്ടേ പഠിപ്പിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കുക, ഒന്നിലും മാസ്റ്റർ ആകാതിരിക്കുക, 10 സബ്ജക്റ്റ് പഠിക്കുക, 10ഉം കുറച്ച് നമ്മൾ പഠിച്ചു, പക്ഷേ എങ്ങും നമ്മൾ പ്രോ ആകാതിരിക്കും. സോ അത് മാറ്റിയിട്ട് റിയൽ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഭാവിയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു സ്കില്ലിലായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നതും നിങ്ങൾ അറിയപ്പെടേണ്ടതും. സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഈ 6 കാര്യങ്ങളും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. 28 വയസ്സെന്നുള്ളത് ഒരു മൈൽ സ്റ്റോൺ ആണ്. നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് നേരത്തെ ആക്കാം, വൈകിപ്പിക്കാം. നിങ്ങളൊരിക്കലും വൈകിയും പോയിട്ടില്ല. നിങ്ങൾക്ക് ഈ റൂൾസും ഡിസിപ്ലിനും ഒക്കെ ഏത് പോയിന്റിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറേ വർഷം കഴിഞ്ഞ് കാലം കടന്നു പോകും. പക്ഷേ ചെയ്തു പോയി കഴിഞ്ഞാൽ കാലം കടന്നു പോകുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.